അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നതിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും ഇടവക അംഗങ്ങളെയും തിരുസനിൽ ഫലമേൽപ്പിക്കുന്നു. ഭാരവാഹികളാകുന്ന കുട്ടികളെയും തിരുസനിൽ ഫലമേൽപ്പിക്കുന്നു. വ്യത്യസ്തമായ തലങ്ങളിലാകുന്നുവല്ലോ കർത്താവേ നിന്റെ സുവിശേഷത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നത്, അത് വ്യാപിക്കപ്പെടുന്നത്, അത് വ്യത്യസ്തങ്ങളായ കലാരൂപത്തിൽ, വചന പ്രഘോഷണത്തിൽ, ആരാധനാ രീതിയിൽ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കലാരൂപങ്ങളുടെ അനുഭവത്തിൽ അങ്ങയുടെ ജന്മവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, തിരുവചനത്തിൽ നിന്ന് ഞങ്ങളെ സ്പർശിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളെവരോടും കൂടെ ഇരിക്കണം. പ്രത്യേകിച്ചും അതിനെ അവതരിപ്പിക്കുന്ന കുട്ടികളോടും കൂടെ ഇരുന്ന് അവരെ ശക്തീകരിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഇതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തെ ആത്മീയ വർധനയ്ക്കായിട്ട് ഭവിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെയും കൂടെ വിടാതെ ശ്രമിക്കുവാനായിട്ട് തന്നെ. അടുത്തതായി ബൈബിൾ റീഡിംഗ് ആണ്. വേദവായനയ്ക്കായി ശ്രീ ഏഞ്ചൽ വർഗീസിനെ ക്ഷണിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അക്കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാത്തണം എന്ന് ഓഗസ്റ്റോസ് കേസരുടെ ഒരാജ്ഞ പുറപ്പെട്ടു. പൂരനും സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാതലുണ്ടായി. എല്ലാവരും ചാത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ ജോസേഫും ദാവീദിന്റെ കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയും കൂടെ ചാത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്തിലെ പട്ടണം വിട്ട് യഹൂദയിലെ ബത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അവൻ അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവനോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുതൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ഇടവകയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റേഴ്സ് ശ്രീമതി ജാൻസി ജെയിംസിനെ ക്ഷണിക്കുന്നു. ജാൻസി വോഗീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ അച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കൾ, എൻ്റെ സഹാധ്യാപകർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമായ ക്രിസ്തുമസ് ഒരു പ്രാവശ്യം കൂടി വന്നുപോയി. എളിമയുടെ സന്ദേശമായി നമ്മൾ ക്രിസ്തുമസിനെ കൊണ്ടാടും. ഓരോ ക്രിസ്മസ് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം താഴ്മ, എളിമ ഉണ്ടാകുന്നുവെന്ന് നാം സ്വയമേ ചിന്തിക്കേണ്ടതാണ്. ഒരു ചെറിയ വൈറസ് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചപ്പോൾ, ലോകം മുഴുവൻ കിടുങ്ങി നിന്ന സമയത്ത്, നമ്മളെല്ലാവരും എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ആലോചിച്ച സമയത്ത് ഇത്രത്തോളം ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കാണുവാൻ അവസരം തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെ ഒരു ക്രിസ്മസ് ഈവ് ഈ വർഷം നടക്കുമെന്ന് സത്യത്തിൽ കഴിഞ്ഞ ആഴ്ച വരെ ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവഹിതം അനുസരിച്ച് ഈ വർഷവും
മുൻവർഷങ്ങളിലെ പോലെ അല്ലെങ്കിലും കോവിഡിന്റെ ഒരുപാട് നിയന്ത്രണങ്ങളോട് കൂടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോഗ്രാം നടത്തണമെന്ന് അച്ഛനോട് ആലോചിക്കുകയും അച്ഛന് അതിന് പൂർണ്ണ സമ്മതം നിയന്ത്രണങ്ങളോടും കൂടെ നടത്തണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന് നമ്മുടെ അധ്യാപകരോട് ആലോചിച്ചു. അധ്യാപകർക്കും എല്ലാവർക്കും ഈ ഒരു പ്രതിസന്ധി വളരെ നിർണായകമാണ്. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്യാപകർ ഈ ഒരാഴ്ച ഒരുപാട് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് തന്നെ കഴിഞ്ഞ മാർച്ചിൽ കണ്ട കുഞ്ഞുങ്ങൾ ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സന്ധ്യ ഒരുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോടെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ആൻറ്റി നമുക്ക് ചെയ്യാം. ടീച്ചേഴ്സിന് അധ്യാപകർക്കും അത് തന്നെ. അതുപോലെ എടുത്തു പറയേണ്ടത് റജി ടീച്ചർ നമ്മുടെ എല്ലാ വർഷവും ക്രിസ്മസിന് നമ്മുടെ അതിഥിയായി എത്തുന്ന വിജി ക്രിസ്മസിലെ ഒരു കൈത്താങ്ങാണ് വിജിയുടെ ഒക്കെ വരവ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിന് അതുപോലെ എല്ലാവരുടെയും കുഞ്ഞുങ്ങള് അപ്പു ജോബിന് എല്ലാവരും ഇതിന് ഒരുപാട് കൈത്താങ്ങുകൾ നൽകി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ആദ്യമായി സ്വാഗതം പറയാനുള്ളത് അച്ഛനാണ്. അച്ഛന് സൺഡേ സ്കൂൾ അച്ഛൻ വന്നേ പിന്നെ നമ്മൾ സൺഡേ സ്കൂൾ കൂടിയിട്ടില്ല. എന്നിരുന്നാലും എല്ലാ അധ്യാപകരെയും വ്യക്തിപരമായും പരിചയപ്പെട്ടു. അധ്യാപക മീറ്റിംഗ് 3 എണ്ണം കൂടി. നിയമപരമായി അതിനൊന്നും നമുക്ക് ഇതില്ല, ഇപ്പം റൈറ്റില്ല. എന്നിരുന്നാലും ടീച്ചേഴ്സിനെ എല്ലാം കാണാനുള്ള അച്ഛൻ്റെ അതിയായ ആഗ്രഹം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരെയും പേരുപേരായി അച്ഛൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം നമ്മുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് നല്ല ഒരു കൈത്താങ് അച്ഛൻ തരുന്നുണ്ട്. അച്ഛന് ഈ ഒരു പ്രോഗ്രാം പറഞ്ഞപ്പോഴും അച്ഛന് വളരെ സന്തോഷത്തോടെ അച്ഛന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും പിന്തുണ നിന്ന് അച്ഛന് ആദ്യമായി സ്വാഗതം. നമ്മുടെ ട്രസ്റ്റി ഈ ഒരു പ്രോഗ്രാം പറഞ്ഞപ്പോൾ തന്നെ ട്രസ്റ്റി ഇവിടെ വിളിച്ച് പറഞ്ഞു. ട്രസ്റ്റിക്കും എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് നമുക്ക് പൂർണ്ണ പിന്തുണ തന്നു. ട്രസ്റ്റിക്കും സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി അതുപോലെ തന്നെ സെക്രട്ടറിക്കും എല്ലാം നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം സെക്രട്ടറിക്കും പിന്തുണയുണ്ട്. സൺഡേ സ്കൂളിന്റെ ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ട്. സെക്രട്ടറിക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏവരും നമ്മുടെ സൺഡേ സ്കൂളിന്റെ എല്ലാ കാര്യത്തിനും ഒരു പൊതുയോഗത്തിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഉചിതമായ രീതിയിൽ നമുക്ക് നിർദ്ദേശം തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാനേജിംഗ് കമ്മിറ്റി എല്ലാവരോടും സ്വാഗതം, എല്ലാവർക്കുമുള്ള സ്വാഗതം പറയുന്നു. പിന്നെ മാതാപിതാക്കളെ നമ്മുടെ ഓരോ വീടുകളിലും ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മൾ ആരും ഇവിടെ കൂട്ടമായി നിന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കൊച്ചുകുഞ്ഞ് 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ അവരുടെ വീടുകളിൽ തന്നെ ഇന്ന് പഠിപ്പിച്ചാലേ ഈ പ്രോഗ്രാം വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഒരു പ്രശ്നമില്ല, ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ പഠിപ്പിച്ചോളാം. അവരെ കൊണ്ടാവുന്ന വിധങ്ങളൊക്കെ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അവരുടെ പൂർണ്ണ പിന്തുണ സൺഡേ സ്കൂളിൽ ഉണ്ടായിരുന്നു, നേരത്തെ ഇപ്പോഴും ഉണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. അതുപോലെ സഹാധ്യാപകർ പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാ കാര്യത്തിനും എന്നും മുൻപന്തിയിലാണ്. എൻ്റെ സെക്രട്ടറി ഞാനും സെക്രട്ടറി ഒരുപോലെ നിന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാത്തിനും മുൻപന്തിയിലുണ്ട്. സെക്രട്ടറിക്കും സഹാധ്യാപകർക്കും ഇവർക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിനും മടിയില്ല. എന്ത് നമ്മൾ പറഞ്ഞാലും ഓൺലൈൻ എക്സാം ആയിരുന്നു ഇപ്രാവശ്യം. എങ്ങനെ ഓൺലൈൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു എങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഓൺലൈൻ എക്സാം എഴുതും എന്ന് ചിന്തിച്ചു. ആർക്കും നോക്കി എഴുതാനോ പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റാത്ത, എന്നാൽ വീട്ടിലിരുന്ന് ഫോണിൽ കൂടെ ആണല്ലോ പുസ്തകത്തിൽ നോക്കി എഴുതാം, ഇങ്ങനെ ഒന്നും പറയുന്ന ക്വസ്റ്റ്യൻ അല്ല ഈ പ്രാവശ്യം വന്നത്. എല്ലാം എന്തെങ്കിലും ഒക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല മാർക്കുണ്ട്. ഈ പ്രാവശ്യം ഓൺലൈൻ എക്സാം എഴുതി കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു. ആരും അബ്സെന്റ് നമ്മുടെ പള്ളിയിൽ മക്കുളം പള്ളിയിൽ ആരും അബ്സെന്റ് ആയിട്ടില്ല. അതൊരു വലിയ ഡിസ്ട്രിക്റ്റ് ഞാൻ റിസൾട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് നല്ലൊരു അഭിപ്രായം അവിടുന്ന് കിട്ടുകയുണ്ടായി. ആദ്യം തന്നെ ഞാൻ റിസൾട്ട് ഇട്ട് കൊടുത്തു. അപ്പം എന്തുകൊണ്ട് നമുക്കൊന്നും ഒരു ന്യൂനത പറയാനില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് എല്ലാത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ ഉള്ളത് തന്നെയാണ് നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ, 30 കുഞ്ഞുങ്ങൾക്കകത്തേ നമുക്കുള്ളൂ. എല്ലാവരും നമ്മളോട് കൂടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്നിച്ച് നമ്മുടെ നിന്ന് കുഞ്ഞുങ്ങളെ ഇപ്പോൾ പ്രോഗ്രാമിനും എല്ലാ കുഞ്ഞുങ്ങളെയും
ഹർദ്ദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് സഹായിച്ച റോജിന്, റിജിന്, അപ്പു, റെജി, എല്ലാവരും ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഈ ഒരുപാട് സഹായമുണ്ട്. ഈ ടീച്ചർമാർ തന്നെ നിന്നാൽ ഇത് കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്ക് ഒരുപാട് സഹായം അല്ലാതെ ആവശ്യമുണ്ട്. ഇവരെല്ലാവരെയും വ്യക്തിപരമായിട്ട് ഇതിന്റെ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചു. അല്ലാതെ മാതാപിതാക്കളൊക്കെ എല്ലാവരും സഹായിച്ചു. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ. അടുത്തതായി നമ്മുടെ സൺഡേ സ്കൂളിലെ കൊച്ചു കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ടാബ്ലോ ആണ്. ഒരു തിരുക്കുടുംബത്തിന്റെ പരിച്ഛേദന ഇവിടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വികാരി, നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജെ മാത്യു കുട്ടിയച്ഛനെ ആദരവോടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കണ്ടുവെക്കാം. അതിനായിരിക്കുന്ന ട്രസ്റ്റി, ഇടവയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹനിധികളായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സൺഡേ സ്കൂൾ അധ്യാപകർ, അതുപോലെ അവർക്കെല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത യോജന പ്രസ്ഥാനാംഗങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം ആശംസിക്കുകയാണ്. ഒരു ദീർഘമായ ക്രിസ്മസ് സന്ദേശത്തിന് ഇവിടെ സാങ്കത്യമില്ല എന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയുള്ള സന്ദേശമൊന്നും കേൾക്കുവാനായിട്ടല്ല നമ്മളിൽ ബഹുഭൂരിപക്ഷം ഇവിടെയൊക്കെ കടന്നു വന്നിരിക്കുന്നത്. മറിച്ച് പരിമിതമെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കലാവിരുദ്ധുകളെ കൺകുളിർക്കെ കണ്ട് ഹൃദയം നിറഞ്ഞ് സംതൃപ്തരായി മടങ്ങുവാനുള്ള ഒരു തത്രപ്പാടോടുകൂടിയാണ് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള പൂർണ്ണബോധത്തോടെ അധികം നീണ്ടുപോവുകയില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ചില ആശയങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡിസംബർ മാസം അവസാനം ക്രിസ്മസിനും പുതുവർഷത്തിനും ഇടയിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വർഷങ്ങളുടെയും ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി നഷ്ടങ്ങളുടെ കാലഘട്ടമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെടിപ്പത് സംഭവിച്ചു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിശീലി ആതുര പ്രവർത്തനങ്ങളിൽ മുന്നണിയിൽ നിന്ന് അതിൻ്റെ മുന്നണി പോരാളിയായിരുന്ന വ്യക്തി, അതുപോലെ
സമൂഹത്തിൽ സ്നേഹവും നന്മയും വളരണമെന്ന് കലവറ കൂടാതെ ആഗ്രഹിച്ച് രാഷ്ട്രീയ മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ച കവയിത്രി സുഗതകുമാരി വർഷം നമ്മളിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ, ഓരോ വർഷവും ഇങ്ങനെ നോക്കുമ്പോൾ ചരിത്രത്തിൽ ഏടുകളിലേക്ക് നാം പുറകോട്ട് നോക്കുമ്പോൾ ക്രിസ്മസ് ദിനം അതോടെ ആ വരുന്ന പുതുവർഷ ദിനത്തോടനുബന്ധിച്ച് വരുന്ന ആ ഒരു കാലഘട്ടം മനുഷ്യ ജീവിതത്തിൽ വളരെ ഓരോരുത്തരുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന, നഷ്ടങ്ങളുടെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ കാണാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ കഴിയും. വർഷം സ്വാഗത പ്രസംഗത്തില് ബഹുമാന്യായ ഓർപ്പിക്കുകയുണ്ടായി. ഈ ക്രിസ്മസിന് ഇങ്ങനെ കൂടി വരുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള സന്ദേഹം ഓരോരുത്തരുടെയും മനസ്സിനെ മതിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യനേത്രങ്ങൾക്ക്, നഗ്നനേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത ഒരു ചെറിയ വൈറസ്, അതൊന്ന് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ കഴിയും. സുഗമമായി പോകുന്നു എന്ന് നാം ചിന്തിച്ചിരുന്ന ലോകത്തിന്റെ ആ പ്രയാണത്തെ ഒന്ന് ബ്രേക്കിട്ട് നിർത്തി അതിനാകപ്പാടെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ആ ഒരു ചെറിയ വൈറസ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇടയാണ്. ഇപ്പൊ മനുഷ്യൻ ഒത്തിരി അഹങ്കരിക്കുകയാണ്. കാര്യം ശാസ്ത്രം വളർന്നു, പലതരത്തിലുള്ള അറിവുകൾ, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ അടിക്കടി ഒരു വിഭാഗത്തിന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നു. മറ്റൊരു വിഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതം ദൈനംദിനം സങ്കീർണമായി മാറുന്നു. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഒത്തിരി വർദ്ധിക്കുന്നു. അറിവുള്ളവനും അറിവില്ലാത്തവരും തമ്മിലുള്ള അന്തരം ഒത്തിരി വർദ്ധിക്കുന്നു. പലതരത്തിലുള്ള വേർകൃത്യങ്ങളുടെ മതിലുകളെ മനുഷ്യൻ പണിയുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അന്തരങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാതെ ഇങ്ങനെയുള്ള ചില ആശയതലങ്ങളുടെ, ചില അവസ്ഥാവിശേഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ വേർതിരിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതൊന്നുമല്ല യാഥാർത്ഥ്യം നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഓരോരോ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്മസിനെ കുറിച്ച് ചിന്തിച്ചാൽ ക്രിസ്തുവിന്റെ വരവ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ആശയതലത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ പിതാവും മനുഷ്യരാശിയും തമ്മിലുള്ള ഒരു അകൽച്ചയുടെ നടുച്ചുവരുകളെ ഇടിച്ചു കളയുവാൻ വേണ്ടിയാണ് അവൻ ഭൂമിയിലേക്ക് കടന്നുപോയത്. മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള അകൽച്ചയുടെ നടുച്ചുവരുകളെ ഇടിച്ചു കളയുവാനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ചുരുക്കത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ മനുഷ്യനിർമ്മിതമായ മതിലുകൾ കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തന്നെ വേർതിരിച്ചു നിർത്തുന്നുവെങ്കിൽ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള അകലം വർദ്ധിക്കുന്നുവെങ്കിൽ, സമസൃഷ്ടികൾ തമ്മിലുള്ള സാഹോദര്യത്തിന്റെ അനുഭവം ഇല്ലാതെയാകുന്നുവെങ്കിൽ അതിനെയൊക്കെ മാറ്റി ആ നടുച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് എല്ലാത്തിനെയും ഇരുവിഭാഗങ്ങളെയും തങ്ങളിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്നേഹവും സമാധാനവും സാഹോദര്യവും സമൂഹത്തിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതൊക്കെ അറിയാം. ക്രിസ്മസിന്റെ ദിനങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ്. ആ ആഘോഷം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാക്കുവാൻ വേണ്ടി നമ്മുടെ ക്രിസ്മസിന്റെ കാലഘട്ടങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം എന്താണ്?
കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ആദ്യം വീടുകൾ നക്ഷത്രം തൂക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ, അത് കുറെ കൂടെ ഓടി പഠിപ്പിക്കാൻ വേണ്ടി പുൽക്കോട് പണി. ഇവിടെയൊക്കെ അങ്ങനെ അങ്ങനെയുണ്ടോ? പുൽക്കൂട് പണി. ആ പുൽക്കൂടൊക്കെ പണിതിട്ട് അതിനകത്ത് ക്രിസ്തുവിന്റെ ജന്മത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രതീകാത്മകമായി ഉണ്ണിയേശുവിന്റെ ഒരു രൂപം, അതിനോട് ചേർന്ന് പരിശുദ്ധയായ അമ്മയുടെ രൂപം, പരിശുദ്ധനായ യൗസേപ്പിന്റെ രൂപം, മാലാഖമാരുടെ രൂപം, അതുപോലെ ക്രിസ്തു എവിടെ ജനിച്ചു എന്നുള്ളതിനെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം അതിനകത്ത് കന്നുകാലികളുടെ രൂപമുണ്ട്. എന്നാൽ ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടതേ ഉള്ളൂ. കാലിത്തൊഴുത്തിൽ പിറന്നു എന്ന് വേദപുസ്തകത്തിലെങ്ങും പറയുന്നുണ്ട്. ശേഖരൻ പൊതിഞ്ഞ ശിശുവിനെ കാലിത്തൊഴുത്തിൽ കിടത്തി. അവർ പിറന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യമില്ലാഞ്ഞതുകൊണ്ട് കാലിത്തൊഴുത്തിൽ കിടത്തി. ബെത്ലഹേമിലെ തിരുപ്പിറവി ദേവാലയം ഉണ്ട്. അവിടെ സന്ദർശിക്കാൻ ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? അതിന് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, ക്രിസ്തു ജനിച്ച ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ തല കുരിച്ച് ചെറിയ ഒരു ഇടുങ്ങിയ വാതിൽ കൂടി മാത്രമേ അതിനകത്തേക്ക് എല്ലാം നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴ്ന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ അതിനെ കുറിച്ച് പറയുന്നത് ഗുഹയിലാണ്, കല്ലടാവിലാണ് ക്രിസ്തു ജനിച്ചത്. അത് വേദോത്സവത്തിൽ പറയുന്നില്ല. കല്ലടാവിൽ ക്രിസ്തു ജനിച്ചു എന്ന് വേദോത്സവത്തിൽ പറയുന്നില്ല. പക്ഷേ വേദോത്സവത്തിൽ പറയുന്നത് ആട്ടിടയന്മാർ ചെന്നപ്പോൾ ശീലകൾ ചുറ്റി പുൽത്തൊട്ടയിൽ കിടക്കുന്ന പൈതലിനെ അവർ കണ്ടു. അത് മാത്രമല്ല, ഈ ക്രിസ്മസ് ദിനത്തിന് ആരംഭിക്കുന്നതിന് മുമ്പ് സഭ ചില ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ? 25 നോമ്പ് അല്ലേ? 25, 24 ദിവസം നോമ്പ് നോറ്റ് 25-ാം ദിവസം ആരാധനയെ സംബന്ധിച്ച് 25-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നോമ്പ് അവസാനിക്കും. ഈ പ്രതീകാത്മകമായി ഭവനങ്ങളിൽ നമ്മൾ പുൽക്കൂട് പണിയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു ദിവസം, ചിന്തിക്കേണ്ട ഒരു വലിയ ആശയമാണ് ഈ 25 ദിവസം കൊണ്ട് ക്രിസ്തു എന്റെ മനസ്സിൽ പിറക്കത്തക്കവണ്ണം എന്റെ മനസ്സിനെ ക്രിസ്തു ശയിച്ച ഒരു പുൽക്കൂടാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. എങ്ങനെ 25 ദിനം കൊണ്ട് ഒരു പുൽക്കൂട് നിർമ്മിക്കാം? 25 ദിനം കൊണ്ട് എങ്ങനെ ഒരു പുൽക്കൂട് നിർമ്മിക്കാം? നമുക്ക് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ ആശയതലമാണ്. ക്രിസ്തു ശയിച്ചതായ ഒരു പുൽക്കൂട് എങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും? ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ ക്രിസ്തുവിന്റെ ജന്മത്തെ പ്രതീകാത്മകമായി പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ കഴിവനുസരിച്ച് നമ്മളുടെ പ്രദേശത്തൊക്കെ കിട്ടുന്ന പണ്ടൊക്കെ കച്ചിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് മറ്റ് പുൽവർഗ്ഗങ്ങളൊക്കെ ശേഖരിച്ച് കിട്ടുന്ന കമ്പുകളൊക്കെ വെച്ച് ചെറിയ പുൽക്കൂട് രൂപപ്പെടുത്തുക. അതിന്റെ പിന്നിൽ ഒരു അധ്വാനം ഉണ്ടില്ലേ? അധ്വാനമില്ലേ? ഉണ്ട്. അതായത് ആ കമ്പുകൾ ശേഖരിക്കണം, അത് പുൽക്കൂടിന്റെ രീതിയിൽ രൂപപ്പെടുത്തണം, അതിന്റെ മേളിൽ പുല്ലുകൾ കൊണ്ട് മേയണം, അതിനകത്ത് പുല്ലുകൊണ്ടുള്ള ശൈലി ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിന്റെ പിന്നിലൊരു ശരിയായ അധ്വാനം. അങ്ങനെയാകുന്നുവെങ്കിൽ 25 ദിനം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വന്നു പിറക്കുവാൻ അല്ലെങ്കിൽ ശയിക്കുവാൻ ഉപയുക്തമായിരിക്കുന്ന ഒരു പുൽക്കൂട് പണിയുവാനായിട്ട് എനിക്ക് സാധിക്കും. ഭൗതികമായ ഒത്തിരി ഒരുക്കങ്ങളുണ്ട്. ഞാൻ എൻ്റെ പഠനകാലത്ത് 2 വർഷം ബാംഗ്ലൂരിലുള്ള കത്തോലിക്ക സെമിനാരിയിൽ പഠിക്കുവാനായിട്ടൊരു അവസരമുണ്ടായി.
അത് സെന്റ് പീറ്റേഴ്സ് സെമിനാരിയുടെ സ്പിരിച്വാലിറ്റി സെന്റർ എന്നും പറഞ്ഞൊരു പ്രത്യേക വിങ്ങുണ്ട്. അവിടെ സിസ്റ്റേഴ്സും ഉൾപ്പെടുന്ന ഒരു സമൂഹം. ഈ ക്രിസ്മസിന്റെ ദിനമാകുമ്പോഴത്തേക്ക് അതിനുള്ള ഒരുക്കം എന്ന് ചോദിച്ചാൽ ആദ്യമേ ഈ അറക്കപ്പൊടി കൊണ്ടുവന്നിട്ട് അത് നിരത്തിയിട്ട് അത് വെള്ളം കൊണ്ട് നനച്ച് അതിനകത്ത് ഈ തിനയുടെ വിത്ത് പാകി നനച്ചു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു പുൽത്തകിടി പോലെയാകും. എന്നിട്ട് അത് പല ഷേപ്പിൽ വെട്ടിയെടുത്ത് അതുകൊണ്ട് ആ പുൽക്കൂടിന്റെ ചുറ്റും അലങ്കരിച്ച് അതിലെ കയറാനുള്ള സ്റ്റെപ്പുകളിലൊക്കെ അലങ്കരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ദീർഘമായ ഒരുക്കം ഭൗതിക തലത്തിൽ നാം നടത്തുമ്പോൾ ഇതിന്റെ ഒരംശമെങ്കിലും എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു പുൽക്കൂട് നിർമ്മിക്കുവാൻ ഞാൻ അധ്വാനിക്കും. ബാഹ്യമായി നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം മനോഹരമാണ്. ആവശ്യത്തിന് നക്ഷത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. പുൽക്കൂട് മനോഹരമാക്കുമെന്നൊക്കെ വേണം ഓരോരുത്തരും അവരവരുടെ സാഹചര്യം അനുസരിച്ച്, സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ശേഖരിച്ച് അതൊക്കെ മനോഹരമാക്കും, അല്ലേ? മനോഹരമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. കാരണം അത് നമ്മുടെ നഗ്ന നേത്രങ്ങളാൽ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഏറ്റവും മനോഹരമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ എൻ്റെ അന്തരംഗങ്ങളെ കാണുന്ന അദൃശ്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനായിരിക്കുമ്പോൾ, അവൻ എൻ്റെ അന്തരംഗങ്ങളെ പരിശോധിക്കുമ്പോൾ, അവന് വന്ന് പിറക്കുവാൻ തക്കതിന് വേണം എൻ്റെ ഹൃദയത്തെ അലങ്കരിക്കുവാൻ ആവശ്യമായ ആത്മീയ അനുഭവങ്ങളെ ആർജിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതിനുവേണ്ടിയാ സഭ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഡിസംബർ 1 എന്ന് പറയുമ്പോൾ അതിന്റെ തലേ ആഴ്ചയിൽ തന്നെ ആരാധന നടക്കുന്ന സാഹചര്യത്തിൽ ആരാധനയുടെ മധ്യേ അനൗൺസ്മെന്റിന്റെ സമയത്ത് നേതൃത്വം നൽകുന്ന വൈദികൻ അനൗൺസ് ചെയ്യും. അടുത്ത 1-ാം തീയതി മുതൽ എന്താ ആരംഭിക്കുന്നു? നോമ്പ് ആരംഭിക്കുന്നു. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് അന്ന് പറയേണ്ടതായിരുന്നു. പക്ഷേ അതിന്റെ സാങ്കത്യവാർത്തം ഇത്രത്തോളം പിടികിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ അത് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നോമ്പ് ആരംഭിക്കുവാൻ പോകുന്നു. ഈ നോമ്പ് എന്തിനു വേണ്ടിയാണ്? എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിതചര്യകളെയും ആകമാനം ഒന്ന് വ്യത്യാസപ്പെടുത്തി ഞാൻ ക്രിസ്തു ശയിക്കുവാൻ ഒരുക്കിയായ ഒരു പുൽക്കൂടായി മാറും. 25 ദിനം കൊണ്ട് ഇതൊന്നിനൊന്നിന് ഉയർന്ന മനോഹരമായ ആത്മീയമായ മനോഹരമായ അനുഭവമായി മാറണം. 25-ാം തീയതി ആകുമ്പോഴത്തേക്കും ക്രിസ്മസിന്റെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ആ ക്രിസ്തു എന്നിൽ യാതനം ചെയ്തിരിക്കുന്ന അനുഭവം എനിക്ക് സ്വന്തമാക്കുവാൻ, അവിടെയാ ക്രിസ്മസ് അർത്ഥവത്തായി തീരുന്നത്. ഈ നടക്കുന്ന കലാവിരുദ്ധകളൊക്കെ അതിനുപകരിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എന്റെ പ്രാർത്ഥനയെ ഓർപ്പിച്ചത്. ഈ ക്രിസ്തീയ മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം വചന പ്രഘോഷണം മാത്രമല്ല, മനോഹരമായ ഗാനങ്ങളുണ്ട്. ചില മനോഹരമായ ഗാനങ്ങൾ ധ്യാനാത്മകമായി നമ്മൾ ആലപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു വലിയ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ വിവിധ ചിന്താതലങ്ങളിലേക്ക്, ആത്മീയമായ ചിന്താതലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയമായ അനുഭൂതി എന്നിൽ ആവിർഭവിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാകുവാൻ ഇടയായിട്ട്. അതുപോലെ ചില കലാരൂപങ്ങൾ അത് ക്രിസ്തീയമായ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉതകുന്ന അനുഭവം. ഞാൻ വാക്കുകളുടെ ദീർഘിപ്പിക്കുന്നതിന്റെ സമയം അതിക്രമിച്ചു പോകുന്നു. നമുക്ക് ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ കലാവിരുദ്ധകൾ ശ്രമിക്കുവാനായിട്ട് നമ്മൾ ഇരിക്കുക. ചുരുക്കത്തിൽ ഈ ഒരു ആശയതലം മാത്രമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്.
ഇത് നോക്കിൻ്റെ അവസരം കടന്നുപോയി എങ്കിലും ഇത് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ട്. തുടർന്ന് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ട് അവസരം തരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഡിസംബർ 1 പ്രവേശിക്കുമ്പോൾ ചിന്തിക്കണം, തുടർന്നുള്ള 25 ദിവസം എന്ന് പറയുന്നത് അനുയോജ്യമായ ഒരു പുൽക്കൂട് ജനൽ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന ഒരു അവസരമാണ്. അപ്രകാരം സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകും, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥപൂർണ്ണമാകും. അതൊക്കെ ദൈവസന്നിധിയെ സ്വീകാര്യയോഗ്യമായി തീരും. പ്രിയമുള്ളവരെ, അപ്രകാരം സ്വീകാര്യയോഗ്യമായ ഒരു അനുഭവമായി മാറുവാൻ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ ഉണ്ണിയേശു വന്ന് തുറക്കുവാൻ തക്കവണ്ണം അനുയോജ്യമായ ഒരു പുൽക്കൂടായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു നൃത്തവുമായി നമ്മുടെ മുമ്പിലെത്തുന്നു ആലിയ വർഗീസ്. അടുത്തതായി ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി എബിൻ ഷിജു, ക്രിസ്വിൻ ഷിജോ എന്നിവരെ ക്ഷണിക്കുന്നു. ഇതും ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി ഏഞ്ചൽ ആൻഡ് പാട്ട് അവരെ ക്ഷണിച്ചു. ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാളം മേളമോടെ വീണമീട്ടി ആത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ഗോശാലയിൽ പൂജാതനായി രാജാതിരാജനിന്ന് ബേഥലഹേം താഴ്വരയിൽ
ആനന്ദധ്വനി മുഴങ്ങി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. പിന്നിൽ താരക പുഞ്ചിരി തൂകി മഞ്ഞിൽ ഗ്ലോറിയ ഗാനങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാ. ഇന്നും ആഘോഷമുണരുകയാ. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാ. ഇന്നും ആഘോഷമുണരുകയാ. Wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Happy New Year. Good tidings we bring to you and your King. We wish you a Merry Christmas and a Happy New Year and a Happy New Year. അടുത്തത് മനോഹരമായ മറ്റൊരു നൃത്തച്ചൂടുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു അനീറ്റ ഷിജു.
ഇടവകയുടെ ഭരണസമിതിയെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ഇടവസ്റ്റി കെ അലക്സാണ്ടർ അവരുടെ ക്ഷണിക്കുന്നു. മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയ ഇടവചനങ്ങളെ, ചുരുങ്ങിയ കാലത്തിനുള്ളിലാണെങ്കിലും സമയത്തിനുള്ളിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്രിസ്മസ് ഈവ് സംഘടിപ്പിക്കാനുകൊണ്ട് ഇതിനുവേണ്ടി ശ്രമിച്ച ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായി ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. 2020 നമ്മുടെ ജീവിത രീതിയെ തന്നെ ആകെ മാറ്റിമറിച്ച ഒരു വർഷമായിരുന്നു. നമുക്ക് ഒരു ഏകദേശം 3 മാസക്കാലത്തോളം കൂട്ടിലാണ് കിളിയാൻ മാതിരി നമുക്ക് കഴിയുണ്ടായിട്ട് വന്നിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ മുഖത്ത് പരസ്പരം അറിയാൻ ഒക്കാത്ത രീതിയിൽ തന്നെ മുഖംമൂടി ധരിച്ച് നമുക്ക് കഴിയേണ്ടതായിട്ട് വന്നു. എന്നാൽ 2021 നല്ലൊരു വർഷമായി തീരുവാൻ നമുക്ക് തമ്പുരാനോട് അപേക്ഷിക്കാം. നമ്മുടെ കെട്ടിയ തമ്പുരാൻ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് ഈവിന് വേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നു. നമുക്കൊരു കവിത കേട്ടാലോ? ഇതാ കവിതയുമായി എത്തുന്നു ആകാശ് ടീച്ചർ. അങ്കടപൂർവം ഹന്നയെന്നും ദേവാലയത്തിൽ കടന്നു ചെല്ലും ഒരു കുഞ്ഞു പാദം കനിഞ്ഞിടുവാൻ അവളെങ്ങും മനമുരുകി പ്രാർത്ഥിച്ചിടും. ഒരു നാളിൽ പ്രാർത്ഥന വേളയതിൽ ഒരു കിളി കൂട് കാണാനിടയായി മനമുരുകി ഹന്ന കരഞ്ഞുപോയി. സ്വർഗസ്ഥനാഥാ കനിയണമേ. പെട്ടെന്നൊര ശരീരി കേട്ടു ഞെട്ടി, പേടിക്ക വേണ്ട നീ മാതാവാകും, കാന്തന്യനായി തീരും തത്സമയേ. കേട്ടുപോയതേ ശരീരി തന്നെ. കാലം പതുക്കെ കടന്നുപോയി, ഹന്ന പെൺകുഞ്ഞിന്റെ അമ്മയായി. നാട്ടാർക്കെല്ലാം ഇരുന്നൊരുക്കി, സന്തോഷമേവരും പങ്കുവെച്ചു. കന്യകമാർ മാത്രം തൊട്ട പൈതലിനെ നല്ലപോൽ പാലിച്ചു പോറ്റിയിടവേ. കുഞ്ഞു വളർന്നു വയസ്സു 3 ദേവാലയത്തിൽ സമർപ്പിക്കാനായി. കന്യകമാരെല്ലാം ദീപവുമായി ദേവാലയം തന്നിലൊത്തുചേർന്നു. വന്നു ചേർന്നല്ലോ ബാലികയാം ദൈവത്തിൻ ദാസിയായി കൂപ്പി നിന്നു. കുഞ്ഞി കൈകൾ പണി തുടങ്ങി, കുഞ്ഞിനെ നോക്കുവാൻ ആചാര്യന്മാർ. കുഞ്ഞു വളർന്നു മലാക്കമാരാൽ പ്രാർത്ഥനയെല്ലാം പഠിച്ചു തീർത്തു. ബാലികയ്ക്കെന്നൊരു പേരുമിട്ടു, മറിയ എന്നൊരു ദിവ്യനാമം. കുഞ്ഞു വളർന്നു പതിവ് പോലെ ആചാര്യന്മാരെല്ലാം ഒത്തുകൂടി. ആചാര്യൻ കൽപ്പന നൽകിയാറേ, മറിയയ്ക്കൊരു വരൻ വന്നിടേണം. നാട്ടിൽ വിഭാര്യന്മാരെത്തിടേണം, നാട്ടാരറിഞ്ഞിങ്ങു വന്നിടേണം. അവസാനം യൗസേപ്പ് എത്തിടുന്നു, വധുവായവളെ തിരഞ്ഞെടുത്തു. തൻകേഹി കൊണ്ടുപോയി പാർപ്പിച്ചവൻ, കാലം പതുക്കെ കഴിഞ്ഞു പോന്നു. ഒരു ഗാനം അതുവഴി ജെറിൻ ജെയിംസിനെ ക്ഷണിക്കുന്നു. മറവിൽ നിന്നും പ്രകാശപൂരിതമാം ദൂതൻ വിണ്ണിൽ നിന്നും സുബോധകമാം ധരണി ശോഭനമായ ജന്മദിനം പൃഥ്വി സൃഷ്ടാവിൻ ജനദിനം. ബാറക് യാദാത്തെ ഇലഹാലൽ, ബാറക് യാദാത്തെ ഇലഹാലൽ, ബാറക് യാദാത്തെ ഇലഹാലൽ, ബാറക് യാദാത്തെ ഇലഹാലൽ. ഇരുളിൻ മറവിൽ നിന്നും പ്രകാശ
കാഴ്ചകൾ പോലെ ആട്ടിടയർ തൻ സ്നേഹം പോലെ വിദ്വാൻമാർ തൻ കാഴ്ചകൾ പോലെ ആട്ടിടയർ തൻ സ്നേഹം പോലെ ഈ തിരുക്കാഴ്ചകളെ നാഥ സ്വീകരിച്ചിടണമേ. ഈ തിരുക്കാഴ്ചകളെ നാഥ സ്വീകരിച്ചിടണമേ. പാറാക്കിയാദാത്തെ ഇലഹാലൽ പാറാക്കിയാദാത്തെ ഇലഹാലൽ പാറാക്കിയാദാത്തെ ഇലഹാലൽ പാറാക്കിയാദാത്തെ ഇലഹാലൽ. അടുത്തതായി ഗ്രൂപ്പ് സോങ് ഷിഫ ആൻഡ് ജസ്ന. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്നാ പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്നാ പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ കണ്ണീരിന്റെ മണ്ണിൽ മന്നാ പെയ്തുവല്ലോ. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോട് കണ്ണായി കാണാനാകട്ടെ കണ്ണൂഹം പോലെന്നുള്ള കത്തിട എങ്ങും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കട. നിന്റെ കരളിന്റെ ഇരുമാന്തി ഉണർവേകിട എങ്ങും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കട. നിന്റെ കരളിന്റെ ഇരുമാന്തി ഉണർവേകിട. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാ ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാ ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ കണ്ണീരിന്റെ മണ്ണിൽ മന്നാ പെയ്തുവല്ലോ. രാജാതിരാജന്റെ വിളിപ്പുകൂട് കാണുമ്പോൾ അന്തേച്ചു നിൽക്കുന്നു നാം. കൺമുമ്പിൽ കത്താതെ വിതറും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്തരയാണുള്ളിൽ. മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിലുണ്ടി പിറന്നാലും നിന്റെ മനസ്സിൽ പിറന്നില്ലത് വ്യക്തമായി. മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിലുണ്ടി പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലത് വ്യക്തമായി. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാ ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാ ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്നാ പെയ്തുവല്ലോ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്നാ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സൺഡേ സ്കൂൾ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ബി ജി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹമല്ല. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു ക്രിസ്മസ് സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടിയാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നാം എല്ലാവരും ഈ ദേവാലയത്തിൽ ഒത്തുകൂടുന്നത്. കോവിഡ്-19 നമ്മുടെ ആത്മീയ ജീവിതത്തെ വല്ലാതെ ബാധിച്ച വർഷമായിരുന്നു 2020. കാരണം വിശുദ്ധ കുർബാനകളിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും ഒന്നും നമുക്ക് പങ്കെടുക്കുവാൻ സാധിച്ചില്ല. 2020 നമ്മെ വിട്ടുപോകുമ്പോൾ അത് വേദനയായി നമ്മളിലുണ്ട്. എന്താണ് ക്രിസ്തുമസ്? ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. പ്രത്യാശയുടെ വെളിച്ചമാണ് ക്രിസ്തുമസ് നൽകുന്നത്. നമ്മെ കാണുവാനും കേൾക്കുവാനും
നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവ സ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് ഇങ്ങനെ: അത്തിനങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയെങ്കിലും മനുഷ്യൻ ഇന്ന് ഏകനാണ്. ഭൂമിയിലെ ഓരോ ജനനവും ഒരു ചരിത്ര നിയോഗമാണ്. ദൈവത്തിന് മനുഷ്യനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സന്ദേശമാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും വെളിവാക്കുന്നത്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വാർത്തയുമായാണ് കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നത്. ക്രിസ്തുമസ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. നാനാജാതി മതസ്ഥർ കരോൾ ഗാനം പാടിയും പുൽക്കൂടുണ്ടാക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നാണെന്ന ചിന്ത നമ്മെ ഭരിക്കുന്നു. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. വീണ്ടും മനോഹരമായ മറ്റൊരു ഡാൻസുമായി എത്തുന്നു ജോഷു ആൻഡ് അനന്യ. നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ. ഭദ്രാവതി കോൺവെന്റിൽ നിന്നും നമ്മളെ സന്ദർശിക്കാനും ആശംസ അർപ്പിക്കാനും ഒരു സിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സിസ്റ്ററിനെ വെൽക്കം ചെയ്യാം. പ്രിയ കുഞ്ഞുങ്ങളെ, സുഖല്ലേ? സിസ്റ്റർ അമ്മച്ചി ഒരു ആക്ഷൻ സോങ് പഠിച്ചുതരാം, അതുപോലെ പഠിക്കണം കേട്ടോ. കൊതിമൂത്തോരമ്മൂമ്മ നെയ്യപ്പൻ ചുട്ടു, 3 എണ്ണം ചുട്ടപ്പോൾ മാവു തീർന്നു. നെയ്യപ്പം 2 എണ്ണം ഞാൻ എടുക്കും, അപ്പൂപ്പൻ മോഹം തുറന്നു ചൊല്ലി. 2 എണ്ണം വേണം എനിക്കുമെന്ന് അമ്മൂമ്മ വാശി പിടിച്ചു ചൊല്ലി. 2 എണ്ണം വേണം എനിക്കുമെന്ന് അമ്മൂമ്മ വാശി പിടിച്ചു ചൊല്ലി. അപ്പൂപ്പൻ കോപിച്ചു ചൂലെടുത്തു, അമ്മൂമ്മ തള്ളായി ഒന്നു തല്ലി. അടിപിടിയും കരശലായി അയലത്തെ വീട്ടുകാരോടിയെത്തി. പപ്പാതി വീതമെടുത്തു കൊള്ളിൻ, അയലത്തെ വീട്ടുകാർ ശണ്ടാതിയുത്തു. അത് കഴിഞ്ഞു വാതിൽക്കൽ ചെന്ന നേരം കൊച്ചയ്ക്ക് പൂച്ച പുറത്തു ചാടി. നെയ്യപ്പ പാത്രത്തിൽ അപ്പമില്ല, രണ്ടാളും പൊട്ടിക്കരഞ്ഞു പോയി. വായുമുഖം തുടച്ചിട്ടക്കി സന്തോഷത്തോടെ നടന്നു നീങ്ങി, വായുമുഖം തുടച്ചിട്ടക്കി സന്തോഷത്തോടെ നടന്നു നീങ്ങി. നിങ്ങളു കേട്ടു പഠിച്ചു കൊള്ളിൻ, ശണ്ട കൂടുന്നതു നല്ലതല്ല, ആർക്കും ശണ്ട കൂടുന്നതു നല്ലതല്ല. അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും ഒരു ഡാൻസ് ആണ്. മനോഹരമായ ഡാൻസിന് വേണ്ടി എബിൻ മോനച്ചൻ പാർട്ടി.
അടുത്തതായി മറ്റൊരു മനോഹരമായ ഡാൻസ് റോഷ്ന ജോൺ. ഇടവകാര്യങ്ങളെ പ്രതികരിച്ച് ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ ജോർജി വർഗീസ് കൈലാത്തിനെ ക്ഷണിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇടവയുടെ പഴയ ക്രിസ്മസ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോയി. അന്നൊക്കെ നമ്മൾ നടത്തുന്നത് സമീപത്തുള്ള പള്ളികൾ ഏകദേശം 17 ഇടവകളെയൊക്കെ സംബന്ധിച്ച് എല്ലാം കൂട്ടമായി നടത്തും. ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ നടത്തും. ക്രിസ്തീയ ഗാന മത്സരം നമ്മൾ നടത്തുക. അതിനുശേഷമാണ് ഏകദേശം ഒരു വൈകുന്നേരത്തോടുകൂടിയാണ് നമ്മുടെ ഈ ക്രിസ്മസ് പ്രോഗ്രാം ക്രിസ്മസ് സന്ദേശമൊക്കെ നമ്മൾ നടത്താറുണ്ട്.
അന്ന് ഈ ക്രിസ്മസ് സന്ദേശമൊക്കെ തരുന്നത് വൈദിക സ്റ്റേഷനായി. സൺഡേ സ്കൂള് ഹെഡ് മാസ്റ്റർ ജാൻസിനെ വിളിച്ച് പറഞ്ഞു ഒരു ക്രിസ്മസ് സന്ദേശം പറയുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഒരു കോവിഡ് കാലമായതുകൊണ്ട് മറ്റുള്ള അല്ലെങ്കിൽ വൈദിക സ്റ്റേഷനിലേക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം എന്നോട് പറഞ്ഞു ഞാൻ കരുതി. ഒരു അസാധാരണമായ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് നമ്മളും നമ്മുടെ ലോകമെമ്പാടുമുള്ളവരെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമുക്കേവർക്കും അറിയാം COVID-19 അല്ലെങ്കിൽ കൊറോണ എന്ന പകർച്ചവ്യാധി അത് നമ്മളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. സാമ്പത്തിക രംഗത്തായാലും ആത്മീയ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഔദ്യോഗിക തലത്തിലെല്ലാം വളരെ സാരമായി നമ്മളെ ബാധിച്ചു. ഒരു മന്ദത, ഒരു ഇരുൾ പരന്ന ഒരു അനുഭവം. ലോകത്ത് എന്താണ് സംഭവിച്ചത്? ലോകത്തിൽ നിശ്ചലമാക്കി അനേകായിരങ്ങളുടെ ജീവനെ പാർന്നെടുത്തു. അത് കവർന്നെടുത്തു എന്ന് തന്നെ പറയും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. 2020 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിക്കുമ്പോൾ മുമ്പ് തന്നെ ആ ദേശത്തും ഇതുപോലെയുള്ള പകർച്ചവ്യാധിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതുപോലെ സങ്കീർണമായ അവസ്ഥകൾ അവിടെ നിലനിന്നിരുന്നു. റോമൻ ഭരണകൂടത്തിന്റെയും മതമേധാവിത്വത്തിന്റെയും അവഗണനയുടെയും എല്ലാം ഘടനകൾ സാധാരണ മനുഷ്യ ജീവിതത്തെ വല്ലാത്ത ആശങ്കയിലും അന്ധകാരത്തിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെ ആ കാലത്തിനിടയിലാണ് ക്രിസ്തുവിന്റെ ജനനം. ആ ജനനം ഒരു പുതുമയായിരുന്നു, പുതുക്കത്തിന്റെ ഒരു തുടക്കമായി. നമുക്കും നമ്മുടെ ഈ കൊറോണയുടെ കാലഘട്ടത്തിലെ നമ്മുടെ ഈ ക്രിസ്മസ് ഒരു പുതുമയുടെയും പുതുക്കത്തിന്റെയും തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല നിർവചനങ്ങളും പറയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം, ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് നമുക്ക് പറയാം. എന്നാൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമാണ് യേശു എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയിലെ സഭാപിതാവായ ഐറേനിയസ് പറയുന്നത് ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവമാകുന്നു. ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവമാകുന്നു. ഏറെ വിശിഷ്ടവും ചിന്തിപ്പിക്കുന്നതുമായ ഒരു വലിയ സത്യമാണ് ദൈവത്തിന്റെ മനുഷ്യവാദം. ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇരുളിനെ അകറ്റി സത്യത്തെ കാട്ടിത്തന്ന് മരണമില്ലാത്ത ലോകത്തേക്ക് നയിക്കുന്ന പ്രകാശമായി ദൈവം അവതരിച്ചു. യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജനനം ഒരു പ്രകാശം തന്നെയാണ്. കർത്താവിന്റെ ജനന സമയത്ത് മാലാഖന്മാർ പാടും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം സമാധാനം. നമുക്കും പാടാം. അതുപോലെ തന്നെ ദൈവദൂതൻ ആട്ടിടന്മാരോട് പറഞ്ഞു, ഇതാ സകല ലോകത്തിനും സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. വലിയ സന്തോഷം. എന്താണ്? ഒരു രക്ഷകൻ വന്നു എന്ന്. ക്രിസ്തുവിന്റെ ജനനം നമുക്ക് ഒരു പുതുക്കത്തിന്റെയും പുതുമയുടെയും അവസരമായി തീരട്ടെ. അതുപോലെ കർത്താവിന്റെ ഒരു ജീവിതം. ഗവൺമെന്റ് അച്ഛൻ ക്രിസ്മസിന്റെ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ ഒരു മെസ്സേജ് പറയുന്നുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചു. ക്രിസ്തു സാധാരണ മനുഷ്യന്റെ സമനായി താതാത്മ്യം പറ്റി ജീവിച്ചു എന്നതാണ്. മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിക്കുന്നത് സമാനമായി പറഞ്ഞവനാണ് ക്രിസ്തു. ജനനം, വേദന, ദുഃഖം, അപവാദം,
വഞ്ചന, അനാഥത്വം, ഒടുവിൽ ഭയാനകമായ മരണം. അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യന് സമാനമായി സ്വയം ശൂന്യമായി ദൈവം ജീവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ ഏകപുത്രനെയാണ് ഈ ലോകത്തേക്ക് അയച്ചത്. നമുക്ക് വേറെയും പറയാം, ദൈവത്തിന്റെ വരവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം. പാവാന്തരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളെ യോഗ്യനായ ദൈവം തന്റെ ഏകപുത്രനെ അയച്ച് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് അത് ഒരു മഹൽ സംഭവം തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത് ഏബൽ വർണ്ണമായ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ദിനമാണ്. അതുപോലെ തന്നെ ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ഇരുട്ടിന്റെയും അകറ്റുന്ന പ്രകാശമാണ് ക്രിസ്മസ് ദിനം. പിന്നെ കർത്താവിന്റെ ജനനം മുതൽ ക്രൂശുമരണം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമുക്ക് ഒരു സന്ദേശം ദൈവത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തു ജനിച്ചത് എവിടെയാണ്? പുൽത്തൊട്ടിയിൽ. ക്രിസ്തു കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു ആജ്ഞനെ ഉയരത്തിൽ ജനിക്കാമായിരുന്നല്ലോ. എന്നുള്ള ദൈവമാതാവിന്റെ ഉയരത്തിൽ വന്ന് ജനിച്ചു. ഏറ്റവും താഴ്മയും വിനയവുമാണ് ക്രിസ്തുവിന്റെ ജനനം എന്ന് നമ്മളെ സൂചിപ്പിക്കുക. താഴ്മയുടെ വിനയത്തിന്റെ പ്രതീകം. പുൽത്തൊട്ടിയിൽ ജനിച്ച യേശു ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആദ്യമായി ക്രിസ്തുവിനെ കാണുവാനും തിരിച്ചറിയാൻ സാധിച്ചത് നാട്ടുകാർക്കാണ്. എന്തുകൊണ്ടാൽ അവർക്ക് നിഷ്കളങ്കരും കാപട്യമില്ലാത്തവരാണ്. അവര് പുൽത്തൊട്ടിയിൽ ക്രിസ്തു ജനിച്ച സ്ഥലത്ത് നിന്ന് കർത്താവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടു, ആരാധിച്ചു, കാഴ്ച നിർവഹിച്ചു. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ ആത്മീയമായ നമ്മുടെ പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും കൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, കാഴ്ച നിർവഹിക്കാം. കർത്താവിന്റെ ജനത്ത് നാട്ടുകാരന്മാരാണ് ആദ്യം പോയി കാണുന്നത്. രാജാക്കന്മാർ അന്വേഷിച്ചു, അവരറിഞ്ഞു ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവരതിനെ കുറിച്ച് ദീർഘമായി അന്വേഷിച്ചു, ആഴത്തിൽ അന്വേഷിച്ചു. രാജാക്കന്മാരെ പോലെ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുന്ന ആഴത്തുള്ള വിശ്വാസം പ്രതിബദ്ധതയും നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി നിൽക്കും. ഈ ക്രിസ്മസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ക്രിസ്മസ് കേക്ക് കൊടുക്കാം. അതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സ്നേഹം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം, പ്രതിബദ്ധത, സന്തോഷം, സമാധാനം, ഇതൊക്കെ നമുക്ക് നൽകാൻ സാധിക്കും. ഇന്ന് ഈ ലോകത്ത് അതാണ് വേണ്ടത്. മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ നമുക്ക് മനസ്സുള്ളവരാണ്. നമുക്ക് സന്തോഷം കൊടുക്കണം. നമ്മൾ സ്വയമായിട്ട് അന്ന് മാത്രം തന്നെല്ലാം ആശ്രയിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ലോകത്ത് വളരെ സ്വയം ശൂന്യമായി ജീവിച്ച ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, സന്ദേശങ്ങൾ ഇതിന്റെ ജനത്തോടെ നമുക്ക് വെളിപ്പെടുത്തി. ഈ ക്രിസ്മസ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി മാറട്ടെ. എല്ലാവർക്കും സമാധാനത്തിൽ സന്തോഷം ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റ്, അതിനുവേണ്ടി ഈ ദേവാലയത്തിലുള്ള ഉള്ളിലുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും.
അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മകളെ, നീ സമാധാനമായിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്തും ഗർഭിണിയായിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ദൈവത്തിന് സ്തുതി. നീ ഉടൻ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എന്റെ അന്വേഷണവും എലിസബത്തിനെ അറിയിക്കുക. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മറിയം, ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെയേക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അന്ന എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ?
ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. എന്തിനായിരിക്കും ഇത്ര അടിയന്തരമായി ഹെറോദോസ് രാജാവ് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് കൂടുതലായൊന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ മാത്രമാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. സീസറുടെ കൽപ്പന പ്രകാരം എല്ലാം മുറപോലെ നടക്കുന്നുണ്ടല്ലോ. പ്രഭു, കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങയെ മുഖം കാണിക്കാൻ 3 ജ്ഞാനികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരോട് കടന്നു വരാൻ പറയാം. പോലെ ഒന്നിനും ഒരു കുറവും ഉണ്ടായത് കൽപ്പന പോലെ പ്രഭു. ഹെറോദേസ് രാജാവിന്റെ പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മുഴുവൻ സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്തും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായിരുന്നു. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാലും. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങുമെന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. പോലെ പ്രഭു. ആരുടെ
ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ ദേശത്ത് ഏതോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് മുൻ ജ്ഞാനികൾ വന്ന് നമ്മെ അറിയിച്ചു. അവരെ പിന്തുടരുക. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്നറിഞ്ഞാൽ തൽക്ഷണം ആ ശിശുവിനെ വധിക്കുക. ഉത്തരവ് പോലെ മഹാരാജൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിൽ തൊഴുത്തിൽ കണ്ടു. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വല്ലരാതികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്രിസ്മസ് കരോൾ ആണ്. ക്രിസ്മസ് കരോളിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
അവസാനമായി ഈ ക്രിസ്മസ് പ്രോഗ്രാമിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി സൺഡേ സ്കൂൾ സെക്രട്ടറി കൂടിയായ ശ്രീമതി എലിസബത്ത് ജിജി ക്ഷണിച്ചു. മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, ഇടവകാംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം നന്ദി അർപ്പിക്കാൻ. ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ നമുക്ക് ഇത്ര നല്ല സന്തോഷകരമായ ഒരു അനുഭവം നമുക്കിപ്പോൾ ഉണ്ടായി അല്ലേ? അതിനാണ് നമുക്ക് ആദ്യം. പിന്നെ നമ്മുടെ അച്ഛൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണിത്. അച്ഛന് വലിയ പള്ളികളിലൊക്കെ ഇരുന്നിട്ട് ഈ കൊച്ചു പള്ളി വന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ പരിപാടികൾ കണ്ടപ്പോൾ അച്ഛൻ്റെ സന്തോഷം മുഖത്ത് നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും നല്ല പരിപാടി ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പള്ളികളിൽ എല്ലാ ആൾക്കാരുടെയും സഹായം നമുക്കുണ്ടായിരുന്നു. അതിനും ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് നല്ല സന്ദേശങ്ങൾ തന്ന ജ്യോതിഷായനോടും HM-നോടും പിന്നെ നമ്മുടെ ട്രസ്റ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഏബലും. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഇപ്പൊ കണ്ട സ്കിറ്റ് മാലിയിൽ നിന്നും വന്നത്. അത് ഇത്ര മനോഹരമാക്കാനായിട്ട് ഒരുപാട് പേര് പ്രയത്നിച്ചു. ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പഠിച്ചത്. അതിന് നമുക്ക് അഭിനയാണ് ആദ്യം. ദിവസം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചെടുത്തു. ഒരു 2 മണിക്ക് തുടങ്ങിയ പരിപാടി 6 മണി കൊണ്ട് അഭിനാണ് അത് മൊത്തത്തിൽ പഠിച്ചത്. അതിനോട് നമ്മുടെ റീച്ചാനുണ്ടായിരുന്നു, ചാച്ചനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ HM. നമ്മളെന്താ പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങ് ഓടി വരും. ഒരു വണ്ടി എടുത്ത് നമ്മുടെ കൂടിഞ്ഞ് വരും. അതുകൊണ്ട് HM-ന് നന്ദി പറയണം. പിന്നെ ഉണ്ടായിരുന്ന ജോബിന്, അപ്പു, ഇവർക്കെല്ലാം നന്ദി അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നന്ദി പറയേണ്ടത്. നമ്മുടെ കൂടെ വന്നേ നമ്മൾ എന്ത് പറഞ്ഞാലും അവരതനുസരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്യും. അവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഇതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുക്കി തന്ന മാതാപിതാക്കൾക്ക് നന്ദി അർപ്പിക്കുന്നു. പിന്നെ നന്ദി പറയാനുള്ള ഇന്ന് ഇച്ചിരി ഫുഡൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി. അതിന് 2 സ്പോൺസർമാരുണ്ട്. അവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഇത് ചെയ്യാൻ കുറെ 3-4 പെണ്ണുങ്ങൾ പണിയൊന്നും ഇല്ലാതെ വന്ന് അവിടെ ഇരുന്നു. അവരോട് നമ്മൾ നന്ദി അർപ്പിക്കുന്നത്. ഇനി ഞാൻ ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും എന്നോട് ക്ഷമിക്കണേ. അവർക്കെല്ലാം ഒറ്റ വാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാമിന്റെ സമാപനം ആവുകയാണ്. സൺഡേ സ്കൂൾ സെക്രട്ടറി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. പണിയില്ലാത്തവർക്ക് പണി ക്രമീകരിച്ചാൽ പണി കൊടുത്തതായ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമൂഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പരിമിതമായ സാഹചര്യത്തിൽ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഈ കുട്ടികളെ ഇത്രത്തോളമൊക്കെ ക്രമീകരിച്ച് സ്റ്റേജിൽ അവതരിപ്പിക്കത്തക്ക രീതിയിൽ അവരെ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു അക്ഷീണമായ പ്രയത്നമാണ്. ഞാൻ 4:30 ഇവിടെ വന്നപ്പോൾ ആരെയും ഇവിടെ കാണാനില്ല. ഞാൻ വിചാരിച്ചതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ പൂർത്തീകരിച്ചു വന്നു. ഇവിടെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന് 2 മണി മുതലാണ് ഇതിൻ്റെ അന്തിമമായ ഒരു രൂപരേഖയുണ്ടായി അതിനെ പ്രാക്ടീസ് ആരംഭിച്ചു. ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിച്ച ഏവരെ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരെ, യുവന പ്രസ്ഥാന കുഞ്ഞുങ്ങൾ, ഇതിനെ സഹകരിച്ച ശക്തമായ അധികമായ ഏതെങ്കിലും തരത്തിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഇടവയ്ക്ക് വേണ്ടി വികാരി എന്ന നിലയിൽ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴും നമ്മൾ ആശീർവാദം നടത്തി പിരിയും. എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ പോലെ തന്നെ ഞാൻ കേട്ടതാണ്.
ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ബിജിയും ആണ്. ഐസ്ക്രീം ക്രമീകരിച്ചിരിക്കുന്നത് ബിജി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അതിന് ക്രമീകരണങ്ങൾ ചെയ്ത അവരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പക്ഷെ അതൊക്കെ ക്രമീകരിച്ചത് ആരൊക്കെയോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലായി. ആരൊക്കെയാണെന്ന് എനിക്ക് പേര് പറയാനായിട്ട് അറിയില്ല. അതുകൊണ്ട് പേര് ഞാൻ പ്രസ്താവിക്കുന്നില്ല. അതിന് പിന്നിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, നാം പരിശുദ്ധമാക്കണം. പിതാവാം ദൈവത്തിന്റെ സ്നേഹമേഖല പരിശുദ്ധാത്മാവിന്റെ സമൂഹങ്ങളുടെ പേരും പ്രത്യേകിച്ച് നാം ആസ്വദിച്ച കലാകാരന്മാരുടെ പ്രവർത്തിച്ച അല്പമായോ അധികമായോ സഹകരിച്ച എല്ലാവരുടെ കൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമാധാനമാണ്. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.